إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ് ഈ ദുനിയാവിൽ നമ്മൾ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹു കഴിഞ്ഞാൽ അവൻ്റെ റസൂലിനെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് എന്നുള്ളതാണ്. അതിനുള്ള ചില കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ സ്നേഹം കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രമുള്ളതല്ല. ആ സ്നേഹം നമ്മൾക്ക് തോന്നുന്ന രീതിയിലുള്ളതല്ല. മറിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലായിരിക്കണം എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ആ പ്രവാചകനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിയോഗിച്ചു തന്നതിന് ശേഷം മുഅ്മിനീങ്ങൾക്ക് ചില ബാധ്യതകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിമായ വ്യക്തിക്ക് പ്രവാചകനോട് ചില നിർബന്ധമായ ബാധ്യതകൾ, കടമകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കടമ എന്നുള്ളത്, ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകനോടുള്ള കടമകളും ബാധ്യതകളും ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കണം, അത് പ്രാവർത്തികമാക്കുകയും വേണം. കാരണം നമ്മളുടെ കരളിന്റെ കഷ്ടമാണ് നമ്മളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ മാതാപിതാക്കളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മളുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ, മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കളെ എന്തെങ്കിലും ആരെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ, ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞാൽ നമ്മളുടെ ഒരു വികാരം എന്തായിരിക്കും? എന്നാൽ സഹോദരങ്ങളെ, നമ്മളുടെ മാതാപിതാക്കളെക്കാൾ ഏറെ നാം ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ നാടുകളിൽ, ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ പ്രവാചകനെതിരെ ഒരുപാട് വേണ്ടാത്തരങ്ങൾ, ആരോപണങ്ങളൊക്കെ വ്യാപിപ്പിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുകയും നമ്മളെ കൊണ്ട് ആ പ്രവാചകനോടുള്ള ബാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയും
ചെയ്യൽ ഓരോ മുഅ്മിനിനും അനിവാര്യമായ കാര്യമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ മാത്രമല്ല, പ്രവാചകനെ അപമാനിക്കാൻ ഏതോ ഒരു പെണ്ണിന്റെ മുടി കൊണ്ടുവന്ന് പ്രവാചകനെ അപമാനിക്കുകയാണ്, ഇത് പ്രവാചകന്റെ മുടിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു മുസ്ലിയാർ. ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന് അത് സഹിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? അതിനെതിരെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മളുടെ വാപ്പാന്റെ അല്ലെങ്കിൽ നമ്മളുടെ പിതാവിന്റെ പേരിൽ അത്തരത്തിൽ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീയുടെ മുടി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വാപ്പാന്റെ മുടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? എന്നാൽ ഏറ്റവും വളരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ആഭാസകരമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിയാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് പ്രവാചകരോടുള്ള കടമകൾ നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ ഒന്നാമത്തെ വിഷയം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമ എന്നുള്ളത് അവിടുത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്, അവിടത്തോടുള്ള ഈമാനാണ്. അൽ ഈമാനു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഗാബുനിൽ പറയുകയാണ്, ഫആമിനു ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽനാ. നിങ്ങൾ അല്ലാഹുവിലും ആ റസൂലിൽ, അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. അതേപോലെ സൂറത്തുൽ അഅറാഫിൽ ആമുഖമായി ഓതി വെച്ച ആയത്ത്, ഫആമിനു ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മില്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ. അല്ലാഹു പറയാം, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിൽ ഒന്നാമതായി നമുക്ക് ബാധ്യതയുള്ളത് ആ റസൂലിനെ ഈമാൻ വെക്കുക എന്നുള്ളതാണ്, അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹദീത്തു ജിബ്രീലിൽ മൊത്തമായിട്ട് എല്ലാ അമ്പിയാക്കളെയും വിശ്വസിക്കൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹുവിൽ, അവന്റെ മലായിക്കത്തുകളിൽ, അവന്റെ കിതാബുകളിൽ, അവന്റെ അമ്പിയാ മുർസലുകളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം ആ പ്രവാചകരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മുഹബ്ബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചതാണ്. സൂറത്തു തൗബയിൽ അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും അബ്നാഉകും എന്ന് തുടങ്ങി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും, ദുനിയാവിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും എണ്ണിപ്പറഞ്ഞ് അള്ളാഹു പറയാണ്, ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും അള്ളാഹുവും റസൂലും അവന്റെ ദീനും അവന്റെ ജിഹാദും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരേക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങളുടെ ദീനൊന്നും പൂർത്തിയായിട്ടില്ല, നിങ്ങൾക്ക് ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് അള്ളാഹു താക്കീത് നൽകുന്നത്. അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളുടെ സന്താനത്തെക്കാളും മാതാപിതാക്കളെക്കാളും എല്ലാ മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരേക്കും നിങ്ങളിൽ ആരും ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാത്തിനെയും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അവിടുത്തെ കൽപ്പനകൾ എല്ലാം നമ്മൾ ഇഷ്ടപ്പെടുക, അവിടുത്തെ കുടുംബത്തെ, അഹ്ലു ബൈത്തിനെ ഇഷ്ടപ്പെടുക, അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മളുടെ കടമ ത്വാഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ അള്ളാഹു ഒരുപാട് തവണ നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്, ഖുൽ അത്തിഉല്ലാഹ വർ-റസൂൽ വഅത്തിഉല്ലാഹ വർ-റസൂൽ. ഒരുപാട് തവണ ഖുർആനിൽ പറഞ്ഞ വിഷയമാണ്, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണേ. അപ്പൊ അനുസരണ എന്നുള്ളത് പ്രവാചകനോടുള്ള മൂന്നാമത്തെ കടമയാണ്. നാലാമതായി മുതാബഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ പിൻപറ്റുക എന്നുള്ളതാണ്. അല്ലാഹു സൂറത്തുൽ അഅറാഫിൽ പറയുകയാണ്, വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ. നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റുക, നിങ്ങൾ സന്മാർഗികളായി മാറും. അള്ളാഹു പഠിപ്പിക്കുകയാണ്. എങ്കിൽ ആ പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ മേലുള്ള നാലാമത്തെ ബാധ്യതയാണ്. എന്താ ആ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി, ഒരു മുസ്ലിം റസൂലിനെ ഇത്തിബാ ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ആദ്യമായി ചെയ്യേണ്ടത് തർക്കുൽ ബിദ്അ, അവൻ ബിദ്അത്തുകളെ ഒഴിവാക്കുമെന്നാണ്. ദീനിൽ പുത്തനാശയങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനായി കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ കഴിഞ്ഞ
ആഴ്ചകൾ കണ്ടതാണ്. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് നമ്മൾ കണ്ടത്. DJ ഡാൻസുകളും അമ്പലത്തിന്റെ മുമ്പിൽ പോയി സല്യൂട്ട് അടിക്കുന്ന രംഗങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തർക്കുൽ ബിദ്അത്തുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. വത്തിബാഉ സുന്നതിഹി അൽ വാജിബ വൽ മുസ്തഹബ്ബ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധമായതും ഐച്ഛികമായതുമായ എല്ലാ ചര്യകളെയും പിൻപറ്റുക എന്നുള്ളതാണ് ആ നാലാമത്തെ ബാധ്യത എന്നുള്ളത്. എന്തെങ്കിലും ഖിലാഫ് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സംശയം ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രവാചകനിലേക്ക് മടക്കുക എന്നുള്ളതാണ്, അവിടുത്തെ സുന്നത്തുകളിലേക്ക് മടക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ട നാലാമത്തെ ബാധ്യത എന്നുള്ളത്. ഇനി അഞ്ചാമത്തെ ബാധ്യതയോ അൽ ഇഖ്തിദാഉ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ മാതൃകയാക്കി ജീവിക്കുക. എല്ലാ വിഷയത്തിലും ആ പ്രവാചകനെ റോൾ മോഡലായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് ഈ പ്രവാചകനിൽ എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ കാര്യങ്ങളിലും റോൾ മോഡലായി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്, മാതൃകയായി സ്വീകരിക്കുക എന്നുള്ളതാണ്. നാട്ടിൽ ഓരോ കാലഘട്ടത്തും ആളുകൾ ഓരോ ആളുകളെയും പിൻപറ്റുന്നത് കാണാം അല്ലെ. നമ്മളുടെ രൂപങ്ങളിലാവട്ടെ, ഭാവങ്ങളിലാകട്ടെ, നടത്തത്തിലാകട്ടെ, നമ്മളുടെ ജീവിത ശൈലിയിലാകട്ടെ, എന്തിൽ തന്നെ ആകട്ടെ, നമ്മൾക്ക് സ്വീകരിക്കാനുള്ള മാതൃക എന്നുള്ളത് നമ്മളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏതെങ്കിലും കളിക്കാരനോ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പിന്നിൽ പോകേണ്ടവനല്ല മുസ്ലിം, മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്തമമായ മാതൃകയുണ്ട് പ്രവാചകനില്ലെന്ന് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയ ആ പ്രവാചകനാണ് നമ്മളുടെ മാതൃക. നമ്മളുടെ ഹെയർ സ്റ്റൈലിലും നമ്മളുടെ വസ്ത്രധാരണയിലും നമ്മളുടെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതാണ് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മാതൃക വിട്ട് മറ്റ് ഇതര മാതൃകകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ അവന്റെ പോക്ക് പിന്നെ വലാലത്തിലേക്കായിരിക്കും എന്നുള്ളതാണ്. ആരെങ്കിലും ആ മാതൃക ഒന്നും പോരാ എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ മാതൃക സ്വീകരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാരണമായി മാറും. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ആറാമത്തെ വിഷയം തൗഖീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഗാംഭീര്യം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ഒരു കാര്യത്തെയും നമ്മൾ കുറച്ചു കാണാൻ പാടില്ല. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. തീർച്ചയായും ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, നബിയെ താങ്കളെ നാം ഷാഹിദായിട്ടും സാക്ഷിയായിട്ടും അതേപോലെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും താക്കീതുകാരനായിട്ടുമാണ് അയച്ചിട്ടുള്ളത്. എന്തിനാണ്? ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. വതുഅസ്സിറൂഹു, അതേപോലെ വതുവഖിറൂഹു, ഇതാണ് നമ്മുടെ വിഷയം. ആ പ്രവാചകനെ നിങ്ങളെ മുഅ്മിനീങ്ങൾ എല്ലാവരും തൗഖീർ നടത്താൻ വേണ്ടിയിട്ടാണ്, ഗാംഭീര്യം കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സൂറത്തുൽ ഹുജറാത്തിൽ പഠിപ്പിക്കുകയാണ്. നബിയുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല എന്നാണ് സ്വഹാബികളോട് കൽപ്പിച്ച വിഷയമാണിത്. പരസ്പരം സംസാരിക്കുമ്പോൾ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എങ്കിൽ അവിടെ ശബ്ദം ഒരിക്കലും ഒരാളും ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, ഹദീസിന്റെ സദസ്സുകളിൽ അതല്ലെങ്കിൽ നമ്മളുടെ ദർസുകളിലാവട്ടെ നമ്മളുടെ ജീവിതത്തിലാകട്ടെ ഒരു ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുമ്പോൾ, ഒരു സുന്നത്ത് പറയുമ്പോൾ അതിനെതിരാകരുത് എന്നാണ് ഇതിനെ വിശദീകരിക്കുന്നത്. നമ്മളുടെ വാക്കായിട്ട് അതിനെതിരായിട്ട് ഒരു വാക്ക് പറയാം, അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. പിന്നെ നോക്കൂ, ഏഴാമത്തെ കാര്യം തഅളീമു ശഅനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിഷയത്തിനും ഒരു ആദരവ് കൽപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഒരു ആദരവുണ്ട്. അത് അള്ളാഹു കൽപ്പിച്ചതാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടല്ല, മറിച്ച് യാ റസൂലല്ലാഹ് എന്ന നിലക്കാണ്.
സ്വഹാബികളോട് അഭിസംബോധന ചെയ്യാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, യാ റസൂലല്ലാ. എന്നാൽ അവിവേകികളായ ആളുകൾ, ബദവികളായ ആളുകൾ വന്ന് യാ മുഹമ്മദ് എന്നൊക്കെ വിളിച്ചിരുന്നു. അള്ളാഹു തിരുത്തുന്നുണ്ട്, മുഅ്മിനീങ്ങളെ നിങ്ങൾ വിളിക്കേണ്ടത് യാ റസൂൽ അല്ലാ, യാ നബി അല്ലാ എന്ന രീതിയിലാണ് വിളിക്കേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അവിടുത്തെ ഹദീസുകൾ, അല്ലെ, ചില ആളുകൾക്ക് ഹദീസ് പറയുമ്പോൾ ഒരു പുച്ഛമാണ്, ഖുർആനിലില്ലല്ലോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അങ്ങനൊന്നും ഖുർആനിലില്ലല്ലോ, ഹദീസിലല്ല പറഞ്ഞത് എന്നാണ്. സഹോദരങ്ങളെ, സുന്നത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു മുഅ്മിനിന്റെ നിർബന്ധ ബാധ്യതയാണ് അത് സ്വീകരിക്കുക എന്നുള്ളത്. അവിടുത്തെ ശരീഅത്ത്, അവിടുത്തെ നിയമങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അവിടുത്തെ അഹ്ലുബൈത്തിനെ, അവിടുത്തെ ആലുബൈത്തിനെ ആദരിക്കുക എന്നുള്ളത് മുഅ്മിനിന്റെ കടമയാണ്. അവിടുത്തെ സഹാബത്തിനെ ആദരിക്കുക, ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ആദരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ നിർബന്ധമായ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, ആ ഭാര്യമാരെ പിന്നെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷവും അവിടുന്ന് ആരും കല്യാണം കഴിക്കാൻ പാടില്ല. അതെന്താ? അള്ളാഹുവിന്റെ റസൂലിനുള്ള ഒരു ആദരവാണത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മുഅ്മിനീങ്ങൾ ആദരവ് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുഅ്മിനീങ്ങളായ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടേണ്ട നിർബന്ധമായ ബാധ്യതകൾ അത് മുഅ്മിനീങ്ങൾ നൽകുക തന്നെ വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ദീന് പഠിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളൊക്കെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു ബാധ്യത എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹബ്ബത്തു ആലി ബൈത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. അഹ്ലുബൈത്തിനെ വെറുക്കുക എന്നുള്ളത് നിഫാഖാണ്, അവൻ മുനാഫിഖാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അഹ്ലുബൈത്ത് ആരാണ്? അഹ്ലുബൈത്തിന് ഈമാൻ ഇല്ലെങ്കിലോ അവൻ അഹ്ലുബൈത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അബൂലഹബ് നബി കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത് യദാ അബീ ലഹബ്, അല്ലെ, നാശമാണ്, അവന്റെ നാശം ലഅനത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈമാനുള്ളവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുബൈത്തിന്റെ ആളുകൾ. നബി കുടുംബത്തിൽപ്പെട്ട ഈമാനുള്ളവരാണ്. ഈമാൻ ഇല്ല എങ്കിൽ ഷിർക്കിൽ കൂത്താടുന്ന ആളുകൾക്കൊന്നും അഹ്ലുബൈത്തിന്റെ ഒരു സ്ഥാനവും അവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ റൂട്ടിൽ തൗഹീദിൽ അടിയുറച്ച് ആ സുന്നത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ് അഹ്ലുബൈത്തിൽ ആദരിക്കപ്പെടേണ്ടവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാടുകളിൽ അഹ്ലുബൈത്തിന്റെ പേരും പറഞ്ഞ് എത്രയോ ചൂഷണം ചെയ്യുന്ന തങ്ങന്മാർ നമുക്കറിയാം, അല്ലെ. ചില ആളുകളുടെ പേര് കേൾക്കുമ്പോൾ അഹ്ലുബൈത്തിനെ മൊത്തത്തിൽ നാണപ്പെടുത്തുന്ന, അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചില കോയമാർ നമ്മുടെ നാടുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ നിർബന്ധമായ ബാധ്യതയാണ്. അടുത്തൊരു ബാധ്യതയായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അവിടുന്ന് ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ ഗുണകാംക്ഷയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കിയതാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് അവിടുത്തോടും ഒരുപാട് നസീഹത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ഏതൊരു വിഷയത്തിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ പോലും
നമ്മൾക്ക് പ്രവാചകനോടുള്ള നസീഹത്ത് ഒരിക്കലും കൈവിട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അദ്ദീനു അൻ-നസീഹ, ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. ചോദിക്കപ്പെട്ടു, ആരോടാണ് റസൂലേ ദീനിൽ ഗുണകാംക്ഷ ചെയ്യേണ്ടത്? ആരോടാണ്? ലില്ലാഹി വലി റസൂലിഹി വലി കിതാബിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമത്തിഹിം. അവിടെ പറഞ്ഞത് അള്ളാഹുവിനോടും റസൂലിനോടും അതേപോലെ കിതാബിനോടും മുസ്ലിം ഭരണാധികാരികളോടും അതേപോലെ മുസ്ലിം എല്ലാ ആമത്തുൽ മുസ്ലിമിനോടും നസീഹത്ത് വേണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നസീഹത്ത് വേണം എന്നുള്ളതാണ്. വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജ് ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി. സൂറത്തു തൗബയുടെ ആയത്താണ്. ചില മുനാഫിഖീങ്ങളൊക്കെ ജിഹാദിന് വിളിച്ചപ്പോൾ പല ഒഴികഴിവുകളും പറഞ്ഞ് അതിൽ നിന്ന് മാറാൻ തുടങ്ങി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ മാറ്റി നിർത്തുകയാണ്, എല്ലാവരും അതിൽ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതാരാ? വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജ്. എന്നാൽ സത്യസന്ധമായും ജിഹാദിന് പുറപ്പെടാൻ കഴിയാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. ചില രോഗം കാരണം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാരണം, കൈകളിൽ ഒന്നുമില്ലാത്തവർ. അവർ സത്യസന്ധമായിട്ട് പറഞ്ഞത് എങ്ങനെ? ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നസീഹത്ത് ഉണ്ടായിരുന്നു, അവർക്ക് ഗുണകാംക്ഷ ഉണ്ടായിരുന്നു, അവർക്കെന്തില്ല, അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ദീനിന്റെ ഏത് കാര്യം വരുമ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്തുള്ളവരായിരിക്കണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരു നഫ്സിനോടും ഒരു ആത്മാവിനോടും അള്ളാഹു നമുക്ക് കഴിയാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു നിർബന്ധ ബാധ്യതയും നമ്മുടെ കഴിവിന്റെ മേലുള്ള ഒരു ബാധ്യതയും നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. എങ്കിൽ നമ്മൾക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്ത് ഉണ്ട് എങ്കിൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. ദീനിന്റെ ഏതൊരു വിഷയം വരുമ്പോഴും, അല്ലെ, ദീനിന്റെ ഏത് നിർബന്ധ ബാധ്യതകൾ വരുമ്പോഴും നമ്മളോട് താടി വളർത്താൻ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്ത് ഉണ്ട് എങ്കിൽ നമ്മളത് വളർത്തണം. ഇനി വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അത് വടിക്കേണ്ടി വന്നു, അല്ലെ, ചില രോഗസമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും രോഗം, മാരകമായ രോഗം വരുമ്പോൾ ചില ആൾക്കാർ വടിക്കാറുണ്ട്. അപ്പൊ അവർക്ക് എന്താ? അവർ മനസ്സില്ലാതെയാണ് അത് വടിക്കാറുള്ളത്. അപ്പൊ അവർക്ക് എന്തുണ്ട്? അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്ത് ഉണ്ട്, അവർക്ക് യാതൊരുവിധ കുറ്റവും ഇല്ല എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, അല്ലെ. ജുമുഅക്ക് നേരത്തെ വരിക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കുറെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഒട്ടകം അറുത്ത് ദാനം ചെയ്യുന്ന പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ പശു അറുത്തിട്ട് അതിനുശേഷം വന്നാൽ ആടറുത്ത് ദാനം ചെയ്യുന്നു. അതിനും ശേഷം വന്നാൽ കോഴി അറുത്ത അല്ലെങ്കിൽ അങ്ങനെ ദാനം ചെയ്യുന്ന പ്രതിഫലമൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾക്ക്. അതുകൊണ്ട് ആ നേട്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നേടിയെടുക്കാൻ, ആ വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളുടെ മനസ്സിൽ ആഗ്രഹം വേണം. ഇനി അതല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ജോലി തിരക്കാകാം, ജോലിയിൽ നിന്ന് അതിന് മുമ്പൊന്നും ഇറങ്ങി വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിൽ എന്ത് വേണം? താല്പര്യം വേണം. എനിക്ക് ആ പുണ്യം നേടിയെടുക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നന്മകൾ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ളവരുണ്ടാകാം. അവർക്കൊന്നും വലാ ഹറജ്. അതാണ് നസീഹത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി, എല്ലാവരും അതൊരു കുറ്റമായി പറഞ്ഞതല്ല, നമ്മൾ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച നമുക്കതൊരു പെരുന്നാളാണ്, മുസ്ലിമീങ്ങൾക്ക് ഒരു ആഘോഷമാണ്. അതെന്ത് ചെയ്യണം? ആ പുണ്യം നേടിയെടുക്കാൻ വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതേപോലെ അവസാനമായി 10ാമതായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത എന്നുള്ളത് അവിടത്തേക്കുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അവിടത്തേക്കുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലായികത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർഷിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ നല്ല നല്ല മഹാമിദുകൾ എടുത്ത് പുകഴ്ത്തുന്നുണ്ട് എന്നാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ്. മലായികത്തുകൾ അവിടുത്തെ പ്രശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മുഅ്മിനീങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്നത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അതിൽ ഏറ്റവും ഉത്തമമായത് ഇബ്രാഹിമിയ സ്വലാത്താണ്, നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്താണ്. ആ സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക. അതല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അങ്ങനെ ഏത് രീതിയിൽ ആയാലും. എന്നാൽ ചില പ്രത്യേക രീതികൾ, ഇന്ന രീതിയിൽ ചൊല്ലിയാൽ ഇത്ര പ്രതിഫലം ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇന്ന സ്വലാത്ത് ചൊല്ലിയാൽ ഇത്ര, ചില നാരിയത്ത് സ്വലാത്തൊക്കെ നമ്മുടെ നാടുകളിൽ കാണാം. അതിനൊക്കെ വലിയ ഇസ്ലാം പഠിപ്പിക്കാത്ത
മറ്റെല്ലാ പ്രതിഫലത്തെക്കാളും ഇല്ലാത്ത പ്രതിഫലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കാണാം. അതൊന്നും നമ്മൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിൽ ആ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ യുഅറദു അലൈഹ, നിങ്ങളുടെ സ്വലാത്ത് നിങ്ങൾ പ്രത്യേകം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. പ്രത്യേകം മലായിക്കത്തുകളെ അള്ളാഹു സജ്ജമാക്കിയിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളുടെ സ്വലാത്തിനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. അതാണ് നമുക്കുള്ള ബാധ്യത. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അതിനെതിരെ വരുന്ന, ആ പ്രവാചകൻക്ക് നേരെ വരുന്ന അപഹാസങ്ങളും ആരോപണങ്ങളും എല്ലാം നമ്മളാണ് അതിനെ തടയേണ്ടത്, അല്ലേ? 1 മീറ്ററോളം വരുന്ന ഏതോ ഒരു പെണ്ണിന്റെ മോശപ്പെട്ട പെണ്ണാണെന്നാണ് അവരെ പറ്റി പറയുന്നത്. അത്തരം സ്ഥലങ്ങളിൽ, അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ മുടി വെച്ച് കച്ചവടം നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം. അത് നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല. അതിനെതിരെ ശബ്ദിക്കണം. അതിനെതിരെ നമ്മൾക്ക്, അല്ലെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ അതിനെതിരെ ശബ്ദിക്കണം. നമ്മൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യണം. അതിന് ഇന്ന് പെരിന്തൽമണ്ണയിൽ വെച്ച് അതിനെ പൊളിച്ചടക്കുന്ന, ആ കള്ളത്തരത്തെ, വ്യാജത്തെ പൊളിച്ചടക്കുന്ന ഒരു പരിപാടി ഇന്ന് പെരിന്തൽമണ്ണയിലുണ്ട്. പോകാൻ സാധിക്കുന്ന ആളുകൾ പ്രവാചകനോടുള്ള സ്നേഹം എന്ന നിലയ്ക്ക് നമ്മളവിടെ എത്തണം. പോകാൻ സാധിക്കുന്നവർ പോകണം. അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മളത് കാണുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവന്റെ മഹത്തായ ഫള് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകൾക്കും തുറവിയും ഉദവിയും അള്ളാഹു ഏകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമ്മെയും അവരെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്നും ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ ജോലികളിലുമെല്ലാം അഭിവൃദ്ധിയും ബറക്കത്തും ഏകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്നവർക്ക് വിജയവും ആശ്വാസവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.